ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും സ്കൂളിലൊക്കെ നേരത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചോറ് വെക്കാനൊക്കെ ഏറ്റവും നല്ലത് റൈസ് കുക്കർ വാങ്ങിക്കുന്നതാണ്. അപ്പം ഞാനും വാങ്ങിച്ചൊരു റൈസ് കുക്കർ. അപ്പോൾ ഇതിന് 2320 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചതിന്. സ്റ്റീലിൻ്റെതാണ് വാങ്ങിച്ചത്. ഇത് 1 കിലോ അരി വേവുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റൗവിൽ വെക്കരുത്, അത് അതിൻ്റെ കലമെടുത്ത് മാത്രം ഇങ്ങനെ സ്റ്റൗവിൽ വെക്കാനെന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത്, അപ്പം ഒരു റെഡ് കളറിലെ ചാക്സൻ്റെ ഒക്കെ ആയിരുന്നു പണ്ടുള്ളത്. സ്റ്റീലിൻ്റെത് എനിക്കറിയത്തില്ലായിരുന്നു സ്റ്റീലിൻ്റെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ സ്റ്റീലിൻ്റെ ആണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റീലിൻ്റെ വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തൊരു കലവും അതിൻ്റെ അടപ്പും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ചെറിയൊരു റൗണ്ടിലൊരു മാറ്റ് പോലുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചൂട് കാലം അതിനകത്തോട്ട് വെക്കുന്നത്. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡൊക്കെയാണ്, അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് 1 വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് ബില്ല് തന്നപ്പം കടയിൽ നിന്ന് പറഞ്ഞായിരുന്നു. ഞാനിത് കായംകുളത്തുനിന്ന് സ്റ്റാർ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അതിൻ്റെ മാറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഈ കലം ഇങ്ങനെ വെക്കുക. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങത്തോ ഒന്നുമില്ല. ഇപ്പം ഞാൻ റൈസ് കുക്കറിൽ ഫസ്റ്റ് ടൈമാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം ഇത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. കേട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് ഞാനും ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇൻഡക്ഷനിലാണ് ഫസ്റ്റ് ഇത് വെക്കുന്നത്, ഗ്യാസിൽ വെക്കണില്ല. അപ്പോൾ ഞാനൊരു 1000-ൽ ഇട്ടിട്ടാണ് വെള്ളം തിളച്ചിട്ട് അരിയൊക്കെ ഇട്ട്, നമ്മൾ ഏത് അരിയാണോ ഇടുന്നത് ആ അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പകുതി വേവ്, ഫസ്റ്റ് ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പം ഞാനതിൻ്റെ പകുതി വേവ് വെച്ചിട്ട് എടുത്ത്, അപ്പോൾ അത് ഈ ഒരു വേവ് വരുമ്പം തന്നെ നമ്മൾ എടുത്ത് നമ്മുടെ റൈസ് കുക്കറിനകത്തോട്ട് വെക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മളൊന്ന് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കണമല്ലോ എന്തായാലും. അപ്പോൾ ഇത് പകുതി വേവിൻ്റെ രീതിയിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നമുക്കിതെടുത്ത് റൈസ് കുക്കറിനകത്തോട്ട് വെക്കാം. അപ്പോൾ ഞാൻ മുമ്പത്തെ ദിവസം 8 മണിക്ക് ആണ് ഇതെല്ലാം റെഡിയാക്കിയത്. 9 മണിയായപ്പം റൈസ് കുക്കറിനകത്ത് വെച്ചു. പിറ്റേ ദിവസം നമ്മളതുപോലെ ഒരു 8 മണി ആയപ്പോഴേ എടുത്തു. കാരണം 8 മണിക്കല്ല, നമുക്ക് അതിന് മുന്നേ എടുക്കണം. കാരണം 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ 8 മണിക്കാണ് ഇതെടുത്തത്. ഇത് ചെറിയൊരു ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മളിങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇതുപോലൊരു തവിയൊക്കെ വെച്ചിട്ട് നമ്മൾ വെന്തോന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടെ നമ്മളൊന്ന് തിളപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റേത് കറക്റ്റായിട്ട് ഒന്നും ചെയ്യേണ്ട, അടച്ചിട്ടാൽ മാത്രം മതിയായിരുന്നു. നമുക്കൊന്നും അതിന് കറക്റ്റായിട്ട് വെന്ത്. ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അടച്ചിട്ട്, പിന്നെ നമുക്കൊന്ന് മൊരിപ്പിക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുക മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ റെഡിയാകും. ജോലിയും പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ നമ്മൾ അത്രയും വേവ് വേണമെന്നും നിർബന്ധമില്ല. നമുക്കൊരു നമ്മൾ ഇട്ടിട്ട് നല്ലൊരു തിളച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. പിറ്റേ ദിവസം എടുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അടച്ചിട്ടാൽ മാത്രം മതി. അങ്ങനെ എനിക്ക് 2 ചരുവം ഉണ്ടായിരുന്നു വെള്ളം. ആ വെള്ളം ഞാൻ കളഞ്ഞിട്ട് അരി അടച്ചിട്ട് നോക്കി. ഇനി നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ചെയ്ത് നോക്കണം. ഇത് ഞാൻ പകുതി വേവിൻ്റെ വെച്ചാണ് ചെയ്തത്. ഇനിയും ഒരു നല്ലൊരു തിള വന്നിട്ട് എടുത്ത് വെച്ചാൽ ഏത് രീതിയിലാകുമോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. അപ്പം റൈസ് കുക്കർ വാങ്ങിച്ച് ഇതുപോലെ മുമ്പത്തെ ദിവസം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണിത്. നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗമൊക്കെ നല്ല രീതിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.